ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 3 ഉരുളൻകിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നന്നായി മസാലയൊക്കെ പിടിച്ചു കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണിത്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 വറ്റൽമുളക്, ചെറിയ 2 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നുപരിപ്പ് ചേർത്തപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയും പൊട്ടറ്റോ ഒക്കെ നന്നായി ഒന്ന് മിക്സ് ആയി വരണം. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, നമ്മൾ ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പൈസി ആയ ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് ഇത്. അപ്പോൾ ഇനി അത്രക്ക് സ്പൈസി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയുടെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു കഷ്ണം എടുത്തിട്ട് ഇത് കുക്കായോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇപ്പോൾ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉൾവശം പുറമേ ക്രിസ്പിയും അകത്ത് സോഫ്റ്റും ആയിട്ടായിരിക്കും കേട്ടോ ഈ പൊട്ടറ്റോ ഫ്രൈ ഇരിക്കുക. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നല്ല കോമ്പിനേഷനാണ്, അതുപോലെ ചോറിൻ്റെ കൂടെയും. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ പൊട്ടറ്റോയുടെ റെസിപ്പി ഇടണമെന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പൊട്ടറ്റോ ഫ്രൈ ഇട്ടത്. ഞാൻ പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്